ഹായ്, ഞങ്ങളെല്ലാവരും കൂടി ഒരു ഉത്സവത്തിന് പോകേണ്ട പരിപാടിയാണ്. കുറേ വർഷമായില്ലേ നമ്മൾ ഈ ഒരു ഉത്സവത്തിന് പോയിട്ട്. അമ്മേ, എവിടുത്തെ ഉത്സവമാണ്? അമ്മേൻ്റെ വായ കൊണ്ട് തന്നെ പറഞ്ഞോ. ഏത് ഉത്സവത്തിനാണ്? മേപ്പേലി തെരു ഉത്സവത്തിന്. അതെ അതെ അതെ, കുറേ ആയി അങ്ങനെ ഉത്സവത്തിന്, മീൻസ് മേപ്പേലി ഉത്സവത്തിന് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകേണ്ട പരിപാടിയാണ്. കൂടെ ബിലാലുണ്ട്. ദിശ, എന്താ പറയാനുള്ളത്? ഞാന് 14 വർഷം മുമ്പേ പോയത്, അതിനുശേഷം പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ പ്രാവശ്യം വന്നേ. അല്ല, എന്തുകൊണ്ടാണ്, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ തൊട്ട് ആശ്രമത്തിൽ തൊട്ട് ബേക്കിൽ തന്നെയാണ് ഈ അമ്പലം. പക്ഷേ നമുക്ക് കുറേ വർഷങ്ങളായിട്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് കഴിയുന്ന ദിവസമാണ്. ഇന്നലെ രാത്രിയൊക്കെ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. രാത്രിയൊക്കെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ഒരു 6 മണിയോട് കഴിയും തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 4:30 പെട്ടെന്ന് അങ്ങോട്ടേക്ക് പിടിച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തെ താലപ്പിലാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം. എന്താ പറയാനുണ്ട തേജക്കുട്ട? എന്താ പറയാനുള്ളത്? എവിടെയാ പോവാ നീ? ബില്ല എവിടെയാ പോന്നെ? എന്നെ ഇടങ്ങാറാക്കല്ലേ. ഏത് ഉത്സവത്തിന്? എനിക്കറിഞ്ഞോട്ടെ. തേജ, മേപ്പേലി ഉത്സവത്തിന് പറ. അങ്ങോട്ട് അധികം പോവല്ല. ഓക്കെ, എന്നാലേ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം. ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലായിട്ട് ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ടാവും. നമ്മള് പണ്ടേ പരിചയമുള്ള ആളല്ല അതിന്റെ അകത്ത് അവിടെ ഉണ്ടാവും. അമ്മേന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലേ? അതെ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. അങ്ങനെ ദിശ 14 വർഷത്തിന് ശേഷം, ഞാനത് ഇപ്പൊ അറിയുന്നു, ഇപ്പൊ പറഞ്ഞതിന് ശേഷം 14 വർഷത്തിന് ശേഷം ദിശ ഇതാ വീടിന് തൊട്ടടുത്തുള്ള ഉത്സവത്തിന് പോകുന്നത്. ഞങ്ങളങ്ങ് ഗൾഫിലും കാസർഗോഡിലായിരുന്നു. ഇവിടെ ഇപ്പൊ കൊറോണ കഴിഞ്ഞാൽ 4 കൊല്ലം പോവലുണ്ട്. പക്ഷെ ഇപ്പൊ കൊറോണ കഴിഞ്ഞാല് പിന്നെ 2-3 പോക്ക് കുറഞ്ഞു പോയി. അത്ര തന്നെ. കഴിഞ്ഞ വർഷത്തെ പോവാത്തുള്ളൂ സുമേഷേ. 1-2 കൊല്ലായിക്കാളും പോവാ. ഞാനും അധികം പോവും. ഞങ്ങളാണ് പോവാത്തത്. അപ്പൊ ശ്രീരാമൻ പണ്ട് കാട്ടു പോയതുപോലെ ദിശ 14 വർഷത്തിന് ശേഷം പോകുന്ന ഉത്സവമാക്കി മാറ്റാൻ അല്ലേ ഇതിനെ? ദിശ, ലോകനാർക്കാവ് ഉത്സവത്തിന് നമ്മളെല്ലാ ഉത്സവത്തിനും മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മൾ വീടിനടുത്ത് തന്നെയാണ്. പിന്നെ ഇതും അടുത്ത് തന്നെയാണ്. ഇതങ്ങനെ പോകാൻ കൂടാറില്ല. ഇപ്രാവശ്യം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക നമ്മൾ. അല്ല, വ്ളോഗ് ആക്കണം എന്നുള്ളൊരു പ്ലാനും ഉണ്ട്. അവിടെ പോയ അവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത്. കണക്കാണെങ്കിൽ ഇങ്ങനെ ഈ ജിമ്പലും പിടിച്ചിട്ട് ആൾക്കാർക്കിടയിൽ നടക്കുന്നത് ലേശം മടിയുള്ള കൂട്ടത്തില്ല. അതായത് നാണമുള്ള കൂട്ടത്തില്ല. അതൊന്ന് മാറി വരണം. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യമാണിത്. സത്യം പറഞ്ഞാൽ ഈ ജിമ്പൽ മേടിച്ച് എനിക്കൊന്ന് 3-4 വർഷമായി. 3-4 വർഷമായി. പക്ഷേ 3 വർഷമായി. 15,000 റുപ്യ മുടക്കി മേടിച്ചതാണ്. പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല സത്യം പറയാൻ വെച്ചാൽ. അപ്പോൾ ശരിക്കും ഇത് ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സാധനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നമ്മളെ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഇത് മേടിച്ചത്. പക്ഷേ എനിക്കിതുവരെ ഒരു യൂസ്ഫുൾ ആയി തോന്നിയിട്ടില്ല. പക്ഷേ ഇതുപോലത്തെ പരിപാടിക്ക് പറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഈ ജിമ്പലും കൂടെ മുതലാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഇല്ലായകയില്ല. പിന്നെ എൻ്റെ നാണം അങ്ങോട്ട് മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടെ ഇല്ലായകയില്ല. പിന്നെ ഞാൻ മാത്രമല്ല, ഇപ്പം അമ്മയാണെങ്കിലും ഇവരെല്ലാം തന്നെ ഇതുപോലത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടോ സംസാരിച്ചിട്ടോ ശീലം കുറവാണ്. അമ്മക്കല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം ഇങ്ങനെ അഭിനയിച്ച് പറഞ്ഞിട്ടല്ലേ ശീലം. അമ്മേന്റെ കത്തിയെല്ലാം ഇവിടെ വർക്കാവും കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് അമ്മ കത്തി അടിച്ചോ. നമ്മളെ കത്തിയല്ലേ വീഡിയോയിൽ കൂടി ഏകദേശം കാണിക്കുന്നുണ്ട്. മുന്നിൽ കൂടെ പോകാൻ പറ്റൂലേ? ഒന്നും പറഞ്ഞുകൂടാ. അടുത്ത സ്ഥിതി പാടും തിരക്കല്ലായിരിക്കും. സമയം ശരിക്കും പീക്ക് ടൈമാണ് അല്ലേ? ഉത്സവത്തിന്റെ പീക്ക് സമയമാണിത്. എനിക്ക് തോന്നുന്ന ആളെ ഇടയിൽ പോകണ്ടേ, ഇങ്ങോട്ട് എടിയാൻ നിർത്തുന്ന സ്ഥലം ഇട്ട് പച്ചക്കറി മുക്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും. ഇവിടെ എങ്ങാനെങ്കിലും നിർത്തി എല്ലാവരും നിർത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അടയാകുമ്പോ വേഗം പോരാ നമുക്ക്. ഗ്ലാസ് ഇതാക്കണ ഇട്ട് നിർത്തിയാണ്ട് അതുപോലെ എവിടെയെങ്കിലും ഒരു സൗകര്യത്തിൽ ഈ ഓട്ടോന്റെ വേഗം നിർത്തിയാലേ സുമേഷ പറ്റൂലല്ലേ? പറ്റില്ല. പിന്നെ അങ്ങോട്ട് നോക്കണ്ട. അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അപ്പുറത്തായോട്ടൊക്കെ നിർത്തണം. അങ്ങോട്ട് വേണ്ടി വരും. ഇവിടെ നിർത്തി കൂടെ നമ്മളെ വണ്ടി. വീടാണ്. എടുക്കണം, നല്ല വൃത്തിയിൽ എടുക്കണേ. 1-ലെ 2-ലാ? അപ്പൊ അങ്ങനെ ഞങ്ങളെ ഏകദേശം എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് ഇച്ചിരി അങ്ങോട്ടേ കിട്ടുമ്മേ. ഇങ്ങോട്ട് പോയി തീരെ അങ്ങ് എത്തിപ്പോ വടകര എത്തിപ്പോ നമ്മള്. ആൾക്കാരൊക്കെ ലെഫ്റ്റ് സൈഡിലിടാ, അങ്ങോട്ട് നമുക്ക് ആവക്കൂടി അങ്ങ് പോവുകയും ചെയ്യാം. ബിലാലെ പോയിട്ട് എടുക്കടാ. നീ പോയിട്ട് അവിടുത്തെ വരവെടുക്ക്. എനക്ക് നാണായിട്ടാ നീച്ചില്ലേ? നിനക്ക് നാണല്ലേ? പോയി അങ്ങ് എടുത്തുവിടത്തിന് നാണിക്കുന്ന ബിലാലെ? എനക്ക് നാണാണ്ട് നിന്നോടേ പറഞ്ഞത്. ആ ഹെലികോപ്റ്റർ വിട്ട് കഴിഞ്ഞാൽ നേരെ മേലോട്ട് പോകും. അതെന്തുകൊണ്ടാ മേലോട്ട് പോന്നേ? വെരി ഗുഡ്. അതിനുള്ളിൽ കയറ്റിയിരിക്കുന്ന വാതകം ഹൈഡ്രജൻ വാതകമാണ്. അതുകൊണ്ടാണ് അത് കയ്യിൽ വിട്ട് കഴിഞ്ഞാൽ പറഞ്ഞ മുകളിലേക്ക് പോകുന്നത് കേട്ടാ. സീതന്റെ അടുത്ത് അങ്ങോട്ട് ചന്ദ്രന്റെ മോളാറ്റാ.
മോന്റെ മോൻ ഇത്ര വലുതായി പോയാ നമുക്കൊന്ന് അങ്ങോട്ട് നിർത്താം. നമ്മൾ ഇയാളെ നടുവ് കൂടി പോണ്ടേനും കേട്ടാ, അങ്ങോട്ട് നിർത്തിയാലും മതി. വേറെ എവിടെയാ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെ പിന്നെ അതിലൂടെ വന്നാലും മതിയാ, നടുവ് കൂടി ആളെ നിങ്ങളിവിടെ ഇറങ്ങുന്നാ? വേണ്ട വേണ്ട, അങ്ങനെ ഇങ്ങോട്ട് നടക്കാം. ഇവിടെയുള്ള ആൾക്കാരാണ്, എല്ലാവരുടെയുള്ള ആൾക്കാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അമ്മ പറയുന്നല്ല ഇതിൽ കിട്ടുവേ. അത് കട്ട് ചെയ്താടാ. നാലര സമയം വീട്ടിലുണ്ടാവുക, പിന്നെ അമ്പലത്തെ പോവാ. അല്ല ഇവിടെ ഉണ്ടാ? ഇതെന്താ എന്തല്ല വേം വാ. സീരിയല് അടിച്ചു പൊളിക്കല്ലേ? സീരിയൽ കണ്ടില്ല? ഇന്നലെ സീരിയൽ കണ്ടിക്കില്ല. കുത്തിക്കുന്ന ഇവിടെ ഇരുന്നാ നിങ്ങൾ കസേരയിലിരിക്കും. നമ്മളെ സീരിയലിൽ തകർത്ത് അഭിനയിച്ച്, അതുപോലെ തന്നെ നമ്മളെ വയസ്സത്രയും 30 എന്ന സിനിമയിൽ തകർത്ത് അഭിനയിച്ച് ഇന്നലെ മുതൽ ഞങ്ങളുടെ കോഴിക്കോട്ടങ്ങാട്ടുന്ന സീരിയലിൽ ഇന്നലെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എനിക്ക് കുറെ ദിവസം ആ സീരിയലുണ്ട്, നിങ്ങളെല്ലാം കാണും. ഇപ്പൊ കീഞ്ഞിക്കല്ലോ ഇറങ്ങുന്ന ആളുടെ എങ്ങനെ അമ്മേനെ മോനെ കാണേണ്ടി വരും, ഇനിയും കാണേണ്ടി വരും. അന്ന് പോയല്ലേ അല്ലേ? വിശേഷം വിശേഷം എന്തിങ്ങനെ കാണായിട്ട് ഇങ്ങനെ നമ്മളെ കാണായിട്ടാ ഒരൊറ്റ വിളി വിളിച്ച അപ്പൊ പറഞ്ഞു വരൂല. ഞാന് വിളിക്കാൻ എന്തെങ്കിലും വേണ്ടേ? മോനോട് പറയണ്ടേ എന്നെ വിളിക്കുന്നേ? അല്ലേ കാണായിട്ടല്ല കാണായിട്ടാ എന്നെ വിളിച്ച മോനെ. അല്ല ഇനിയിപ്പോ സീരിയൽ തുടങ്ങിയത് കാണേണ്ടി വരും. പിന്നെ ഇനി വയ്ക്കേ അന്ന് കുട്ടികൾ നമ്മളോട് ഇല്ല ഒരു ദിവസം വന്നില്ല. ഇനിയിപ്പോ നമ്മളെ നാളെ ഇന്നും സീരിയൽ കാണൂലേ? സീരിയൽ കാണുന്നുണ്ടല്ലോ. ഇതെന്താ അഭിനയാ? വെച്ചത് ആ ഒരു നോട്ടുണ്ട്, നിർമ്മൽ പാലാടിയായിട്ടുള്ള ഒരു നോട്ടം ഇങ്ങനെ നിന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തകർത്തന്നെ. അതല്ലേ വേണ്ടേ? പിന്നെന്താ നമ്മളെ വിളിച്ചാ പിന്നെ നമ്മൾ അത് ചെയ്തു. സത്യം പറയും, ഞാൻ കുറെ ദിവസമായി ഒന്ന് വരണം എന്ന് വിചാരിക്കുന്നു. കാണായിട്ട് ഇവലെ ഞാൻ കാണുക. നമ്മളതിന് ഒരുപാട് വർക്കുകളായി ബന്ധപ്പെട്ട് കാണൂലേ? ഒരുപാട് സിനിമ വരുന്നുണ്ട്, ഒരുപാട് സീരിയൽസ് വരുന്നുണ്ട്. ബിജു മേനോൻ എല്ലാം പറഞ്ഞില്ല ഇവിടെ. മൈ ഗോഡ്, ഏത് ആരാ പറഞ്ഞത്? അല്ല ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ബിജു മേനോൻ. ഇനിയിപ്പോ ബിജു മേനോട് സീരിയൽ ഉണ്ട് ശരിക്കാ? ആ പ്രഭിജ ആയിരിക്കും. പ്രഭിജ ഞാൻ ഫോട്ടോ നിങ്ങളെ നമ്പർ കൊടുത്തിട്ട് അപ്പൊ ബിജു മേനോട് പറഞ്ഞ എനക്കൊരു അവസരം തരാം. നിങ്ങൾ മാത്രം നിങ്ങൾ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തത്. പോവാൻ ബിജു മേനോട് വയനാട്ടില് ആനക്ക് മനസ്സിലായി. നമ്മള് അമ്മേനെ മാത്രം അയച്ചു കൊടുത്ത വലിയ പ്രശ്നമില്ലേനു. നിങ്ങളെ കൂടെ അയച്ചു കൊടുത്ത അമ്മക്ക് കിട്ടിയില്ല. പൈസ മാത്രം സിനിമയെ കാണുന്ന പറഞ്ഞ ചെറിയ കാര്യമായിട്ട് ഇതെന്നാ പറയാൻ. എന്താ ഉത്സവത്തിന് പോയിനാ? ചായയും കുടിച്ചിട്ടാ വരുന്നത്. ഇവരെല്ലാം പുറകെ വരുന്നുണ്ട്. അല്ല വരുവാണല്ലോ, ഇന്നും നാളിലായിട്ട് വരുവാ. 3 സെറ്റ് എടുത്തിരിക്കുന്ന എനിക്ക് തീരുമ്പോഴത്തേക്ക് വരണ്ടേ? നാരായണി അമ്മയെ വിളിക്കുവനി അടുത്ത ഷെഡ്യൂളിലേക്ക്. പിന്നെന്നാ വേണ്ടേ? ഷിജുവേട്ടന്റെ കൂടെ ഇവിടെ ഇല്ല. ചുട്ടതാ നിങ്ങളെ വിട്ടതാ? അങ്ങനെ നാരായണി അമ്മ ചുട്ട അപ്പം നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. പുതിയ സിനിമ അറിയില്ല, നാരായണി അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞില്ലേ? കൈ പൊട്ടിയത്
കൈയും കൊണ്ട് കുത്തിപ്പ ഒരു വക കുത്തി ഗുണ്ടുപിടിപ്പിക്കലും അതല്ലേ ഇവളെ എറണാകുളത്തുനിന്ന് അതെല്ലാം മറന്നു പോയില്ല എന്നോട്. സൂപ്പർ അപ്പാണല്ലോ ഇത്. ഒന്ന് നിങ്ങളെ പോലെ ഒന്ന് എന്നെ പോലെ ഉണ്ട്, പല കോലത്തിലും പല ഭാവത്തില്. അത് പറഞ്ഞേ അത് എന്റെ മോളില്ല കണ്ണ് തിരിക്ക് പാരാൻ കൈയല്ലായിട്ട് ഞാൻ ഇടയ്ക്ക് നീ വാർന്നത്. ഇല്ല എന്റെ മോളെ ഭർത്താവാ അത്. എന്റെ മോളെ ഇവനെ കാണായിട്ട് ഞാൻ എൻ്റെ കൂടെ ഉള്ളതാവുന്ന ഇവനെ തിരിയല്ലോ. ഞാനിപ്പോ 2 കൊല്ലമായിട്ട് പരിചയ. ആ ഈ നമ്മള് എറണാകുളത്തുനിന്നല്ലേ പിന്നെ നമ്മളെ വയ്യ കുട്ടനെ മറന്നിട്ടില്ല. അന്ന് ഇവനെല്ലാം ഉണ്ടല്ലേ ഞാൻ പറഞ്ഞു അന്നേരം നമ്മള് ഇന്നല്ലേ സിനിമക്ക് നമ്മൾ പോയാടാ എറണാകുളത്ത്. അടുത്ത സിനിമക്കും പോണേ അനക്കാൻ പോയ ഞാൻ എന്തെങ്കിലും നിങ്ങൾ പോണെന്ന് വിളിച്ചാല് അങ്ങനെ നിങ്ങളില്ലാണ്ട് നിനക്കാവില്ല ഒരാൾ. നിങ്ങളില്ലാണ്ട് എനിക്ക് ആവുകയില്ല. അങ്ങനെ നിങ്ങൾ അവസരം പറയൂ. ഞങ്ങൾക്കിപ്പോ എപ്പോ സിനിമ കിട്ടാന്ന് പറഞ്ഞിക്കാ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നെ വിളിക്കണെന്ന്. അങ്ങനെയല്ലേ നമ്മൾ എവിടെയാണ് ഇവിടെ എന്തിനാ നമ്മൾ പോയത്? നമുക്ക് ഇതെല്ലാം തന്ന വയ്യ. നമ്മൾ ഇവിടെ കൈമേൽ പല പോയിട്ടില്ലേനാ. ഞാൻ പറഞ്ഞു എന്തെങ്കിലുണ്ടെങ്കിലോ ഞാൻ വരുമെന്ന് എനിക്കാവില്ല. ഇത് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധമായിട്ടും സീരിയൽ സംബന്ധമായിട്ടും ഒക്കെ നമ്മൾ ഒരുമിച്ചിട്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മോനെ നിങ്ങള് ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. ഇതിങ്ങനെ ഇടക്കിടക്ക് വയസ്സത്രേ 30 എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിൽ വന്ന നാരായണമ്മക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ നമ്മളെ വക. ഇനി ഒരുപാട് ഭാവിയിൽ ഒരുപാട് പ്രൊജക്ടുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കും. ആരോഗ്യം ദൈവം നൽകട്ടെ. നിങ്ങളും വേണം എനിക്ക്. നമ്മളുണ്ടോ പേടിക്കണ്ട. അപ്പഴത്തേക്ക് അപ്പൊ ഇനി ആരെങ്കിലും നാരായണനെ വിളിക്കുന്നത് ആദ്യം മനസ്സിലാക്കി നമുക്കും കൂടെ അവസരം തന്നിട്ട് മാത്രമേ നാരായണനെ വരുള്ളൂ. വേറൊന്നും പറയാം അല്ല ഇല്ലാണ്ട് നാരായണനെ കിട്ടുന്നു വിചാരിക്കും. പക്ഷെ നാരായണനെ കിട്ടും. വലിയ വേണം എനിക്ക്. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഡ്രൈവറായിട്ട് ഞാനും ആയിട്ട് അമ്മയും പേര് അഭിനയിക്കാൻ അവസരം ഇല്ലെങ്കിലും ഞാനിങ്ങനെ എന്റെ പെണ്ണോട് ചോദിച്ചിട്ടൊരിക്കല് ഞാൻ ഇങ്ങ് വരില്ല എന്ന് അതിന് കാണുകയാണ്. അമ്മയാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾ കാണായിട്ട് എന്തോ എന്നാലും അങ്ങനെ നമ്മൾ പോയിട്ട് വന്നിട്ട് എനിക്കങ്ങനെയാ രാവിലെ പരിചയപ്പെട്ട പിന്നെ അല്ലാതെ എത്ര വയസ്സാ ഇപ്പൊ ചോക്കാ പറയുന്നത്? ചെറിയ വയസ്സൊന്നും എത്തുന്ന ഞാൻ ധൈര്യത്തിൽ ഞാൻ വെറുതെ പറഞ്ഞതാ. കേറുന്നില്ല ഞാൻ നിങ്ങളെ കയ്യാനായി തോന്നുന്നില്ല. തിരിയാണ്ടെന്താ കഴിച്ചോ പോയി പോകും കഴിച്ചോ. അതെ ചൊക്കപ്പാറ തിന്നോ? ചോക്കോബാറിന് പ്രായമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഏത് പ്രായത്തിൽ ചോക്കോബാർ തിന്നാന്ന് തന്നെയാണ് പറയുന്നത്. ഞാനും എന്നോട് യോജിക്കുന്ന ആളാണ്. ആദ്യം വന്ന പഠനം പറഞ്ഞ് നിങ്ങൾ കഴിക്കുന്നുണ്ട്. ഓൾ ഒളിച്ചു കഴിഞ്ഞില്ലേ? തണുപ്പല്ലേ പിള്ളേർക്കെ പ്രശ്നം അതല്ലേ എന്നാല് പഠിക്കുന്നല്ല. ഞാളത് ഒരു വ്ളോഗാക്കി സുന്ദരിമാരായ ആന്റിമാരെല്ലാം എടുത്തോളി. ക്യാമറമാൻ ഡെയിലി 500 വിശേഷം. ഞാളിവിടെ തന്നെ ഇല്ല. നിങ്ങളല്ലേ കാണാം. നിങ്ങളല്ലേ തിരക്ക്. ഇതാരും ചെക്കൻ മിണ്ടാത്തിട്ട് ഇതിൽ അങ്ങോട്ട് ഓനിപ്പാ കണ്ടു പരിചയമുണ്ടേ പാവോ. പാല് കൊടുത്തു ചേട്ടാ ഐസ് പോകുമ്പോ മേടിക്കാം. വന്ന ഇവിടെ ഐസ് മേടിക്കാം. കുറച്ചു മേടിക്കാം അല്ലേ? എന്താ ഇവിടെ നിന്ന് എല്ലാവരും മുമ്പ് നീമ്പം ചെയ്തത് കഴിഞ്ഞോടെ നമ്മൾ അങ്ങോട്ട് പോയേ നിങ്ങൾ കഴിഞ്ഞോട്ട് മതിക്കില്ല. കല്യാണം കഴിഞ്ഞ 14 എല്ലാവരും വരാം. അമ്മയെല്ലാം താല്പര്യത്തില്ല. അമ്മയെല്ലാം താല്പര്യക്കണ്ട. ബ്ലാക്ക് ഹാറ്റ് അല്ല ഞാനും ബ്ലാക്ക് ഹാറ്റ്. പക്ഷേ തൊപ്പിയും കൂടെ ആയപ്പോൾ ഞാൻ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞത്. അതെ മൊത്തത്തിൽ നോക്കിയതാ. എല്ലാവരും അങ്ങനെയാണ്. ആരാധന കൊണ്ട് ഇങ്ങനെ
ആ അങ്ങോട്ട് അങ്ങോട്ടല്ലേ സംഭവം എന്താ നടക്കണം ഇല്ലല്ലേ? ഓ ശരി. തലശ്ശേരി, ഒരാൾ എറണാകുളം. ആ ശരി. സുമേഷ് ഭാസ്കർ. അങ്ങനെ പറയേണ്ടത് അല്ല, അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിക്കോട്ടെ. ഇത് അതായത് രമ്യന്റെ മൂത്തമ്മേന്റെ, അത് ഇത് മൂത്തമ്മ, രമ്യന്റെ മൂത്തമ്മേന്റെ. നിങ്ങൾ സുമേഷ് ഭാസ്കറിന് യൂട്യൂബിൽ അടിച്ചു നോക്കി, എന്നാൽ കറക്റ്റ് ആയിട്ട് ഇത് കമലമ്മ, ഇത് കമലമ്മ, ഇതൊന്നും യൂട്യൂബിലിടല്ലേ? ഇത് വൈറലാവോ? ഇത് വൈറലാവോ അവസാനം? കമലമ്മ സുഖല്ലേ? കണ്ടു പോകുന്നത് എന്ത് തോന്നിയമായി വടകര കുട്ടി കളിക്കുന്നു. ഞങ്ങൾ മോൻ കല്യാണം കഴിച്ചില്ല. അപ്പോൾ ഇവിടെ അത് പിന്നെ കുഞ്ഞുമോളെ ഒരു നാളോ കപ്പലി എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നതാണ്. അവരെല്ലാം അല്ലേ? അല്ല അമ്മയുടെ ഉണ്ട്. വേണേ വീഡിയോ എടുക്കൂ. നമ്മളെ മോളെ പിന്നെ അച്ഛനാ വട്ടം കണ്ണടിക്കണം. അതിൻ്റെ ഇപ്പത്തുള്ളത് നമ്മളെ മോളെ കാട്ടിൻ്റെ വട്ടമാണ്. അവരീട് കോട്ടയം ഉറക്കാട്ടിൽ ഷോപ്പില്ല. ഐസ്ക്രീം വാങ്ങിക്കുന്നു. പിന്നെ സംഗീത വസതിയും എനിക്ക് മറ്റേ ഇത് മതി, ക്രീം ഐസ്ക്രീം മതി. ഐസ്ക്രീം മതി. നാട്ടിൽ വിരിഞ്ഞു കൊടുക്കുമല്ലോ.
അമ്പലത്തിന്റെ കേരുന്നിടത്ത് നല്ല